നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന തുമ്പിക്കൈകൊണ്ട് തൂക്കിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞയാൾ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. സംഭവത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന തിരൂർ ഏഴൂർ സ്വദേശി പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്ക് ശേഷമായിരുന്നു അപകടമുണ്ടായത്. തൂവക്കാട് പോത്തന്നൂരിൽ നിന്നും പുതിയങ്ങാടി ജാറത്തിലെത്തിയ പെട്ടിവരയിൽ ഉണ്ടായിരുന്ന പോക്കാത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് കൃഷ്ണൻകുട്ടിയെ തൂക്കിയെടുത്തത്. തുടർന്ന് ചുഴറ്റി എറിയുകയായിരുന്നു. പാചകക്കാരനായ കൃഷ്ണൻകുട്ടി നേർച്ച നടക്കുന്ന സ്ഥലത്ത് പെട്ടിവരവുകൾ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു. അടുത്തുണ്ടായിരുന്ന ചിലർ കൃഷ്ണൻകുട്ടിയെ വലിച്ചെടുത്ത് ഉടൻ തന്നെ കോട്ടക്കലിലെ ആശുപത്രിയിലെത്തിക്കുകയും ഇവിടെ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയുമായിരുന്നു. തലയടക്കമുള്ള ശരീരഭാഗങ്ങളിൽ കാര്യമായ പരിക്കുകളുമുണ്ടായിരുന്നു. ഭയന്നോടിയ 27 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. 3/4 മണിക്കൂറിന് ശേഷം ആനയെ തളയ്ക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി 1 മണിക്കാണ് സംഭവം. 1:45 ആനയെ തളച്ചത്. 2 പേർക്കാണ് അന്ന് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ ഏറെ ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് മരണപ്പെട്ടത്. നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടിവരവ് ജാറത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത്. ആന ഇടഞ്ഞത് കണ്ട് ഓടിയതിനിടെയാണ് 27ഓളം പേർക്ക് പരിക്കേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ശേഷം മടങ്ങി. അതേസമയം നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ സംഭവത്തിൽ മലപ്പുറം ജില്ലാ കലക്ടറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. പരിപാടിക്ക് അനുമതി നൽകിയ കാര്യത്തിലടക്കം വിശദീകരണം നൽകണം. തിങ്കളാഴ്ച കലക്ടർ റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ച വിഷയം പരിഗണിക്കുന്ന വേളയിലാണ് കലക്ടറും സർക്കാരും മറുപടി നൽകേണ്ടത്. ആനയിടഞ്ഞ സമയത്ത് കൊച്ചുകുഞ്ഞുങ്ങളടക്കം സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ആന എഴുന്നള്ളത്തിലെ അകലം സംബന്ധിച്ച മാർഗനിർദ്ദേശത്തിൽ സർക്കാർ മറുപടി അറിയിക്കണം. അതേസമയം സർക്കാർ അതോറിറ്റി കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഇതിനിടെ തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ മാർഗനിർദ്ദേശം ലംഘിച്ച് ആന എഴുന്നള്ളത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസ് പരിഗണിക്കവേ ദേവസ്വം ഓഫീസറെ ഹൈക്കോടതി വീണ്ടും വിമർശിച്ചു. കോടതി ഉത്തരവ് ലംഘിക്കുന്നതിൽ പൊന്നാടയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നായിരുന്നു വിമർശനം. വാങ്ങിക്കുമ്പോൾ നിരസിക്കുന്നില്ലല്ലോ, സന്തോഷത്തോടെയാണല്ലോ പൊന്നാട വാങ്ങിയതെന്നും ഹൈക്കോടതി ചോദിച്ചു. ദേവസ്വം ഓഫീസർക്ക് ശക്തമായ താക്കീതും കോടതി നൽകി. പൗരന്മാർ നിയമത്തോട് ബഹുമാനം കാണിക്കണം. കോമഡി ഷോയല്ല കോടതിയിൽ നടക്കുന്നത്. 10 പേർ ചുറ്റും നിന്ന് കൈയടിക്കുന്നത് കോടതിയെ അവഹേളിക്കാനാണെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.